നമസ്കാരം. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീഴുന്നു. അങ്ങനെ ഒരാൾ മരിക്കുന്നു. ബിന്ദു എന്ന് പറയുന്ന തലയോലപ്പറമ്പ് സ്വദേശിനിയായ ഒരാൾ മരണപ്പെടുന്നു. മൊത്തത്തിലിപ്പോൾ ആരോഗ്യരംഗം ഏതൊക്കെയോ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതായിട്ടുള്ള വ്യാഖ്യാനങ്ങൾക്കിടയിലാണ് ഇങ്ങനെ ഒരു ദാരുണ സംഭവം ഉണ്ടായത്, അല്ലേ വിദ്യ? എന്ത് പറയുക? മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച്, കോട്ടയം മെഡിക്കൽ കോളേജ് എന്നല്ല, എല്ലാ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഗുരുതര ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു സമയമായിരുന്നു. ഇപ്പം പല ചാനലുകൾ പോലും അത് സ്റ്റോറി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇങ്ങനൊരു സംഭവം, അതും ഭയങ്കര ദാരുണമായ സംഭവം. കാരണം ഈ ഒരു ഇപ്പൊ ബിന്ദു എന്ന് പറഞ്ഞൊരു 52 വയസ്സുള്ള ലേഡി മരിച്ചു. ഇനി ഒരു 2 പേര് പരിക്കേറ്റ് കിടപ്പുണ്ട്. അതിലൊന്ന് കുട്ടിയാണ്, 11 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ഇതിപ്പം കുട്ടിയായാലും മുതിർന്നവരായാലും അല്ലെങ്കിലും ശരി, ഇത്രയും കാലപ്പഴക്കം ചെന്ന കെട്ടിടം ഇത്രയും കാലം അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. ഇപ്പം കിഫ്ബി ഫണ്ട് അനുവദിക്കുന്നു, പുതിയ കെട്ടിടം പണിയുന്നു എന്നൊക്കെ സർക്കാർ പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഈ കെട്ടിടം അതേപോലെ നിലനിർത്തി മറ്റു വാർഡുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ വാർഡുകളിൽ ഇപ്പോൾ 13-ാം വാർഡിൽ കിടക്കുന്ന ഒരു രോഗിയുടെ കൂട്ടിരിപ്പുകാരിയാണ്, അമ്മയാണിത്. അപ്പോൾ ഈ അമ്മ കുളിക്കുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ വാർഡിലോട്ട് കടന്ന് ഈ ബാത്റൂമിലോട്ട് കടന്നപ്പോഴാണ് ഈ അപകടം ഉണ്ടായതെന്ന് പറയുന്നു. അവിടോട്ട് വന്നപ്പോൾ അപ്പോഴും ഈ കെട്ടിടത്തിലോട്ട് ആൾക്കാർ പ്രവേശിക്കുന്നുണ്ട്. അത് തടയാൻ വേണ്ട യാതൊരു ക്രമീകരണങ്ങളോ ഒന്നും ചെയ്യാതെ ഇപ്പൊ വന്നിട്ട് ഈ പറഞ്ഞതുപോലെ, അതും ആദ്യം ഈ അപകടം സംഭവിച്ചത് എനിക്ക് തോന്നുന്നു 11 മണി സമയത്ത്. അപ്പം മന്ത്രി വാസവൻ, വീണ ജോർജും ഒക്കെ സ്ഥലത്തെത്തിയപ്പോൾ പറഞ്ഞത് വളരെ നിസ്സാരമായിട്ടാണ് ഇതിനെ പറഞ്ഞത്. ഇല്ലേ, കണ്ടു കാണും അല്ലെ? വളരെ നിസ്സാരമായിട്ട് ഇതൊരു ചെറിയ അപകടമാണ്, അത് പ്രവർത്തനരഹിതമായ കെട്ടിടമാണ്, ആരും അതിൽ കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ തൊട്ടു പിന്നാലെയാണ് അപ്പോഴും ഈ ലേഡിയുടെ, അതായത് ഈ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീയെ കാണാനില്ല, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കാണാനില്ലെന്ന് അപ്പോഴും അവിടെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഭർത്താവ് പരാതിയായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് പോലും രക്ഷാപ്രവർത്തനം തുടങ്ങാൻ ഇത്രയും താമസിച്ചു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന് അനാസ്ഥ തന്നെയല്ലേ? ഒരു അർത്ഥത്തിൽ സർക്കാരിന് അനാസ്ഥ എന്ന് പറയേണ്ടി വരും. കാരണം അങ്ങനെ ഒരു പ്രശ്നമുള്ള, അല്ലെങ്കിൽ 68 വർഷം ആ കെട്ടിടത്തിന് പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. അതും വിശേഷം മെഡിക്കൽ കോളേജ് പോലെ ഒരു കെട്ടിടത്തിന്റെ നിർമ്മാണത്തിൽ എത്രത്തോളം ശാസ്ത്രീയതയുണ്ടെന്നും നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല. അത് പണ്ട് കാലത്തും അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എത്രത്തോളം ശാസ്ത്രീയമായ ഒരു നിർമ്മാണ രീതി അവർ അവലംബിച്ചു എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് ചർച്ചയിലേക്ക് വരേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ 68 വർഷം പഴക്കമുള്ള ഒരു കെട്ടിടം തകരാനായിരിക്കുന്ന അവസ്ഥ, മറ്റൊരു കെട്ടിടം നിർമ്മിച്ചു കഴിഞ്ഞു. പക്ഷെ അപ്പോഴും സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പൊളിച്ചു നീക്കുക എന്നുള്ളതായിരുന്നു. അതായത് ആ വാർഡ് നിലനിൽക്കുന്ന ആ കെട്ടിടം പൊളിച്ചു നീക്കുക. പിന്നെ അവിടുത്തെ മറ്റു വാർഡുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നേ, അതിനോട് ചേർന്ന് മറ്റു വാർഡുകളുണ്ട്. അത് വേറൊരു കാര്യം. അതല്ല, ആ കെട്ടിടം പൊളിച്ചു നീക്കുക എന്നുള്ളതാണ് മിനിമമായിട്ട് സർക്കാർ ജനങ്ങളോട് ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യേണ്ട ഒരു കാര്യം. നമ്മളിപ്പോൾ ആലോചിച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഹാരിസ് എന്ന് പറയുന്ന ഒരാൾ ഇപ്പോൾ ഒരു ഡോക്ടർ ഉയർത്തിയിരിക്കുന്ന വിവാദം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ ഉപകരണങ്ങളില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 10 വർഷങ്ങൾക്ക് മുകളിലായി, 14 വർഷമായി പല ആശുപത്രികളിലും കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി എത്തിച്ചിരിക്കുന്ന എക്യുപ്മെൻറ്റ്സ്, ഉപകരണങ്ങൾ നിർജീവാവസ്ഥയിൽ കിടക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മെഡിക്കൽ കോളേജുകളും താലൂക്ക് ആശുപത്രികളും ജില്ലാ ആശുപത്രികളും നേരിടുന്നുണ്ട്. പല ജില്ലാ ആശുപത്രികൾക്കും മതിയായ കെട്ടിടങ്ങളില്ലാത്ത ഒരവസ്ഥയുണ്ട്. പല താലൂക്ക് ആശുപത്രികളും പലപ്പോഴും കിടത്തി ചികിത്സിക്കാൻ പറ്റിയ ഒരു സാഹചര്യങ്ങളൊന്നും, ആ രീതിയിലുള്ള അവസ്ഥയൊക്കെ കടന്നു പോകുന്ന ചില ആശുപത്രികളുമുണ്ട്. ഇത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സർക്കാരിൻ്റെ പിടിപ്പുകേടുണ്ട്. അതായത് ആ കെട്ടിടം പൊളിച്ചു നീക്കേണ്ട സമയത്ത് പൊളിച്ചു നീക്കണമായിരുന്നു. പുതിയ ബിൽഡിംഗ് കെട്ടി എന്നുള്ളത് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതാകാൻ പാടില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ഈ പ്രദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ ഭാഗങ്ങളിലേക്ക് ആളുകൾ പ്രവേശിക്കാതിരിക്കാൻ വേണ്ട കരുതൽ നടപടികൾ മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകണ്ടേ. ഇപ്പോൾ സൂപ്രണ്ട് അടക്കമുള്ള നിരവധി ഉദ്യോഗസ്ഥരുള്ള ഒരു സ്ഥാപനമാണ് ഒരു മെഡിക്കൽ കോളേജ്. ഇപ്പോൾ ഒരു മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം, ആ മന്ത്രിക്കോ അല്ലെങ്കിൽ മറ്റൊരു അവിടുത്തെ ഒരു MLAക്കോ ഒന്നും അവിടേക്ക് ചെന്നിട്ട് ഇത് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിനല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കുന്നത്. ഓരോ ആരോഗ്യമന്ത്രി ഉണ്ടല്ലോ. ആരോഗ്യമന്ത്രിക്ക് ഇപ്പൊ എല്ലാ മെഡിക്കൽ കോളേജിലും നടന്ന് ഇവിടെ എന്താ പ്രശ്നം എന്നുള്ളത് അന്വേഷിക്കാൻ പറ്റുമോ? ഒരു പരിധി വരെയെങ്കിലും എങ്ങനെ? എത്ര മെഡിക്കൽ കോളേജുകളാണല്ലോ ഇവിടെ ഉള്ളത്. ആ മെഡിക്കൽ കോളേജ് ഇപ്പം തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ്, കൊല്ലത്തൊരെണ്ണമുണ്ട്. ഞാനിപ്പോ എന്റെ ഒരു വ്യക്തിപരമായ
എൻ്റെ ഒരു അനുഭവം പറയാം. കഴിഞ്ഞ വർഷം, അതായത് എൻ്റെ ഹസ്ബൻഡിന് ഒരു ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇതേ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇപ്പം ഈ തകർന്നു വീണതിൻ്റെ അടുത്തുള്ള 11ാം വാർഡിൽ ഒരു 8 ദിവസത്തോളം കിടന്നിട്ടുണ്ട് ഞാൻ. എൻ്റെ ഹസ്ബൻഡിന് കാലിൻ്റെ സർജറി ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ കിടന്നിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങൾ കിടക്കും. ഇപ്പം ഹസ്ബൻഡ് കട്ടിലെ, നമുക്ക് ബൈസ്റ്റാൻഡേഴ്സ് അവിടെ തന്നെ റൂമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, താഴെ ഒരു പാ വിരിച്ചിട്ടാണ് നമ്മൾ കിടക്കുക. മെഡിക്കൽ കോളേജിലെ അവസ്ഥ അറിയാമല്ലോ. അപ്പം ഞങ്ങളിങ്ങനെ കിടക്കുന്ന സമയത്ത് മോളിൽ നിന്ന് ഈ സിമൻറ്റ് പൊടിഞ്ഞു മേത്ത് വീഴുമായിരുന്നു. കഷ്ണമായിട്ട് കട്ടകളായിട്ട് താഴോട്ട് വീഴുമായിരുന്നു. അങ്ങനെ ഈ കട്ടകളായിട്ട് താഴോട്ട് വീഴുമ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഇത് രാത്രി ചിലപ്പോൾ ഉറങ്ങുമ്പോഴായിരിക്കും നമ്മുടെ തലയിലോട്ടൊക്കെ വന്ന് വീഴുന്നത്. അത് പേടിച്ചിട്ട് ഞങ്ങൾ തുണി ഇങ്ങനെ വലിച്ചു കെട്ടുമായിരുന്നു. തുണി വലിച്ചു, അപ്പോൾ ഈ തുണിയിലോട്ടല്ലേ വീഴത്തുള്ളൂ, നമ്മുടെ മേത്തോട്ട് വന്ന് വീഴത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴൊക്കെയും ഈ പറഞ്ഞതുപോലെ നമ്മളിങ്ങനെ എത്ര വർഷമായി? ഒരു വർഷം, ഒറ്റ വർഷം. കഴിഞ്ഞ മാർച്ചിലായിരുന്നു, മാർച്ച് 12-നായിരുന്നു ഓപ്പറേഷൻ. 8-ാം തീയതി അഡ്മിറ്റായി. അപ്പം അത്രയും ദിവസം നമ്മൾ അവിടെ കിടന്ന സമയത്ത് തന്നെ ഇതിങ്ങനെ നമുക്ക് മേളിലോട്ട് നോക്കും പേടിയാണ്. അതായത് കമ്പികൾ ഇങ്ങനെ പുറത്തോട്ട് നിൽക്കുന്നു, ദ്രവിച്ച് തുരുമ്പെടുത്ത് ദ്രവിച്ച കമ്പികൾ പുറത്തോട്ട് നിൽക്കുന്നു. പിന്നെ ഈ സൈഡ് ജനലുണ്ടല്ലോ, സൈഡിൽ ഇങ്ങനെ ആ ജനലൊക്കെ തുരുമ്പെടുത്ത് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിങ്ങനെ വെള്ളം കുതിർന്ന് ഇങ്ങനെ ഇപ്പുറത്തോട്ട് കടക്കും. അപ്പം നമുക്ക് അതിന് സ്വാഭാവികമായിട്ട് നമുക്ക് പേടി വരും, ഇതെല്ലാം കൂടെ മറിഞ്ഞിങ്ങോട്ട് വീഴുമോ എന്നുള്ളൊരു പേടി എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും അന്ന് മഴയുണ്ടായിരുന്ന സമയത്ത് തന്നെ നമ്മളിങ്ങനെ പേടിച്ചിരുന്നിട്ടുണ്ട് കുറേ സമയമൊക്കെ. ഇതെങ്ങാണ് ഇടിഞ്ഞു പൊഴിഞ്ഞ് വീഴുമോ. പക്ഷെ ആകെ ഒരു പേടി വരുന്ന ഒരു അവസ്ഥയാണ് വാർഡുകളിൽ കിടക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞ്. അപ്പം നമ്മളിപ്പോൾ മെഡിക്കൽ കോളേജിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, അത്യാവശ്യം നല്ല വൃത്തിയിൽ കിടക്കുന്നതായിരുന്നു. പക്ഷെ വാർഡുകളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവസ്ഥ അതല്ല. ഇനി ശരി, നമുക്ക് എന്തെങ്കിലും അസൗകര്യമുണ്ട്, നമ്മളൊന്ന് പരാതിപ്പെട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ, നമ്മളെ ഭയങ്കര മോശമായിട്ടായിരിക്കും തിരിച്ച് അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ മറുപടി എന്ന് പറയുന്നത്. അത് ഞാൻ പറയുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ അന്ന് അവിടെ ചെന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നടക്കാൻ പോലും പറ്റാതെ കാലിന് ഓപ്പറേഷൻ നമ്മൾ ചെന്ന്. എന്നിട്ട് നമുക്ക് അവിടെ ബെഡിൽ സ്ഥലമില്ല. നമ്മളോട് പറഞ്ഞ് അവിടെ സൈഡിൽ ഇല്ലെങ്കിൽ വരാന്തയുണ്ട്, അവിടെ എവിടെയെങ്കിലും ഒരു തുണി വിരിച്ച് കിടന്നോളെ. കാല് വയ്യാത്ത ഒരാളെ എങ്ങനെ തറയിൽ കിടത്തും? ആളെ എത്ര പ്രാവശ്യം നമ്മൾ എഴുന്നേൽപ്പിക്കും? അവസാനം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പറ്റാവുന്നിടത്തോളം ആൾക്കാരെയൊക്കെ കണ്ട് വിളിച്ചൊക്കെ സംസാരിച്ച് നമുക്കൊരു ബെഡ് കിട്ടി. നമ്മളവിടെ ഓക്കെ, നമ്മളെ വന്ന് നോക്കുന്നോ, ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ 2-3 ദിവസം അവിടെ വെറുതെ കിടന്നു. ഇതെല്ലാം കഴിഞ്ഞ് ശരി, സർജറി എല്ലാം കഴിഞ്ഞ് വന്ന് ഒരു വൈകുന്നേരത്തെ 4 മണി 4:30 ആയപ്പോഴാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവന്ന് പിറ്റേ ദിവസം അന്ന് രാത്രിയിൽ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് സിസ്റ്റർമാർ വന്ന് ഡോക്ടർ വന്നിട്ട് റൗണ്ട്സിന് വന്നപ്പം ഇത് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഈ പ്ലാസ്റ്റർ ഇട്ടിരുന്ന മീൻസ് ഈ ഒരു സർജറി കഴിഞ്ഞിട്ട് ബാൻഡേജ് ഇട്ടിട്ടുണ്ട്. ഇത് മൊത്തം ഇളക്കിയിട്ട് ഡ്രസ്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇത് മൊത്തം ഇളക്കിയിട്ട് ഇവർ പോയി. പിന്നെ ഇവരെ കാണുന്നില്ല, സിസ്റ്റർമാരെ ഒന്നും കാണുന്നില്ല. പല പ്രാവശ്യം നമ്മൾ പോയി ഡ്യൂട്ടി റൂമിൽ പോയിട്ട് ഇവരോട് പറയും, അത് ഇങ്ങനെ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടേക്കുവാണ്, ആൾ വരണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. ആ രാവിലെ ഒരു 7 മണി 8 മണി ആയപ്പോൾ അങ്ങനെ ഇട്ട ഒരാളെ, സർജറി കഴിഞ്ഞ് കിടക്കുന്ന ഒരാളാണ്, വൈകുന്നേരത്ത് 5 മണി 5:30 ആയിട്ടും ഇവർ കാണുന്നില്ല. പല പ്രാവശ്യം ഡ്യൂട്ടി റൂമിൽ കയറിയിട്ടും വരുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ വന്ന സമയത്ത് നേരെ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തു. അതിന് മുകളിലോട്ടുള്ളടത്ത് പോയിട്ട് നമ്മൾ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് പോലും രാത്രി 10:30-11:30 വരെ ആ ഒരു സർജറി കഴിഞ്ഞിട്ട് ഒരു ദിവസം പോലും ആയിട്ടില്ല, ആ ആളെ അത്രയും നേരം ഈ മുറിവുകളെല്ലാം തുറന്നു വെച്ച് അവിടെ കിടത്തി എന്നുള്ളതാണ്. എന്നിട്ട് ഞാൻ ഈ 10:30 സമയത്തും ഒരു ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഇതാണ് അവസ്ഥ, ഇതുവരെയും ഡ്രസ്സ് ചെയ്യാൻ വന്നിട്ടില്ല, എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അത് നിങ്ങൾ തന്നെ കെട്ടിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവന് തന്നെ കെട്ടാനാണെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് ആശുപത്രിയിലോട്ട് കൊണ്ടുവരണ്ടല്ലോ, ഞങ്ങൾ എന്നാൽ കൊണ്ടുപോയിക്കോളാം, ഇവിടുന്ന് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാണ് അവർ വന്നിട്ട് ഇത് വൃത്തിയാക്കിയിട്ട് പോയെന്ന് പറയുന്നത്. ഇപ്പോൾ ചേട്ടൻ ഈ പറഞ്ഞു, ഇപ്പം ഈ പറയുന്ന മന്ത്രി എല്ലായിടത്തും വന്ന് എല്ലാം അന്വേഷിക്കാൻ പറ്റത്തില്ലെന്ന്. പക്ഷേ അതിന് ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട് എല്ലായിടത്തും, ഇല്ലേ? ഇപ്പം മന്ത്രിക്ക് നേരിട്ട് വരാൻ പറ്റത്തില്ലെന്ന് ചേട്ടൻ പറഞ്ഞതിനെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ അതിനൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്, സൂപ്രണ്ടുണ്ട്, ഹെഡ് നേഴ്സ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പം ഒരു ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം, അത് ഏത് ആശുപത്രിയാണെങ്കിലും അവിടുത്തെ ജനപ്രതിനിധികൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അക്കാര്യത്തിൽ. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടുത്തെ ജനപ്രതിനിധികൾ, അത് മുനിസിപ്പാലിറ്റിയുടെ ഇതിൽ വരുന്ന അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പം ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പ്രശ്നം അവിടെ ഉള്ളപ്പോൾ
വേണ്ട കെയർ കൊടുക്കുന്നില്ല എന്ന് പറയാനേ കഴിയുള്ളൂ. ഇപ്പം നമ്മൾ അത് ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ നിൽക്കുന്നു, അതിൻ്റെ പരിസരത്തുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏത് വാർഡാണ്, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആണോ, അതല്ല പഞ്ചായത്താണോ, ഇനി അതല്ല അത് ഏത് നിയോജക മണ്ഡലത്തിൽ വരുന്നതാണ്, ഇങ്ങനെ വന്നിട്ട് അന്വേഷിക്കാനും അതിന് വേണ്ട റിപ്പോർട്ടുകൾ കൊടുക്കാനും അത്തരത്തിലുള്ള പരാതികൾ പരിഹരിക്കാനും അവിടെ ഒരു ജനപ്രതിനിധി ഉണ്ടാവണം. ആ ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വമാണ്. ഇനിയിപ്പോൾ അത് മന്ത്രി വാസവനാണെങ്കിൽ പോലും ഞാൻ പറയുന്നതാണ്, ആ മന്ത്രി വാസവൻ്റെ മണ്ഡലമാണ് ഏറ്റുമാനൂരാണ് ആ മണ്ഡലം അല്ലെങ്കിൽ ആ മെഡിക്കൽ കോളേജിൽ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വാസവൻ്റെ പിടിപ്പുകേടുണ്ട്. ഒരു ജനപ്രതിനിധി, ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം സാംസ്കാരിക വകുപ്പിന്റെ നായകത്വം വഹിച്ച് കൊണ്ട് നടക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹം തീർച്ചയായും അതിനെക്കുറിച്ച് അന്വേഷിച്ചിരിക്കണം. ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരം ആണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് ആരാണോ അതിൻ്റെ കൺസേൺ ആയിട്ടുള്ള ആൾ അവിടെ വന്ന് തിരക്കിയിരിക്കണം. കാരണം ഒരു മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ഈ ജനപ്രതിനിധി എന്ന് പറയുന്ന ഒരാൾ, ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം ജനപ്രതിനിധി. ഇപ്പോൾ കായംകുളം എന്ന് പറയുന്ന അല്ലെന്നുണ്ടെങ്കിൽ കരുനാഗപ്പള്ളിയോ കൊല്ലമോ ഏതൊരു മണ്ഡലം നമ്മൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും അവിടെയുള്ള പ്രശ്നങ്ങളെ ജനങ്ങൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ അധികൃതരുടെ മുന്നിൽ റെപ്രസെൻ്റ് ചെയ്യേണ്ടത് എപ്പോഴും ഈ പ്രതിനിധി ആയിരിക്കണം. അങ്ങനെ ഒരു നീക്കം ഉണ്ടായിട്ടില്ല. കാര്യം 68 വർഷം പഴക്കമുള്ള ബിൽഡിംഗ് അവിടുന്ന് ആൾക്കാരെ നീക്കുന്നു, വേറെ ബിൽഡിംഗ് കെട്ടി. പക്ഷേ ഈ ബിൽഡിങ്ങിലേക്ക് ആൾക്കാർ കടക്കുന്നുണ്ടോ, അതിന്റെ അപകട സാധ്യത എത്രത്തോളമാണ്, അതിനെക്കുറിച്ച് കൃത്യമായ ഒരു അനാലിസിസ് നടന്നിട്ടില്ല. അങ്ങനെ തീർത്തും ജനങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായി കിടക്കുന്ന ഒരു കെട്ടിടമാണെങ്കിൽ എന്തായിരുന്നാലും ആ കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുമെന്നുള്ള കാര്യം ഉള്ളത് കൊണ്ടാണല്ലോ അവിടെ നിന്ന് ആൾക്കാരെ ഒഴിവാക്കിക്കൊണ്ട് ഇവര് പറയുന്ന അങ്ങോട്ട് ആൾക്കാർ കയറരുതെന്ന് കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞെടുത്ത് ബാത്റൂം യൂസ് ചെയ്യാനായിട്ട് അവിടെ ബാത്റൂം തുറന്നു കൊടുത്ത് എന്തിനാ? അവിടെ ബാത്റൂം തുറന്നു കൊടുത്ത് അത് ആരുടെ പിടിപ്പുകേടാണ്? അത് പിടിപ്പുകേട് സത്യത്തിൽ ആ ആശുപത്രിയുടെ അധികൃതർക്കാണ്. അതിന്റെ മേൽനോട്ടത്തിനായി ഒരാളെ സർക്കാർ വെച്ചിട്ടുണ്ട്. അതിപ്പം എല്ലായിടത്തും ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും കയറി ഇറങ്ങി നടക്കണം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോകാൻ പറ്റുമോ? കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ പോയി നോക്കാൻ പറ്റുമോ? ഇതിന് മുൻപ് ഇവിടെ മിന്നൽ പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. കൈ കഴുകി മാറുന്നതിന്റെ കാര്യമല്ല പറഞ്ഞു. അവിടെ പോയി എങ്ങനെ പരിശോധിക്കും? അവിടെ നിന്ന് ഒരു കാര്യം പറയേണ്ടതും അവിടെ പരിശോധനകൾ കൃത്യമായി നടത്തേണ്ടതും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മന്ത്രിയുടെ മാത്രമല്ല, അവിടെ ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പം നേരത്തെ വിദ്യ പറഞ്ഞ പിന്നെ വിദ്യയുടെ ഹസ്ബൻഡിന്റെ കേസ് തന്നെ നമ്മൾ പരിശോധിച്ച് നോക്ക്. ആരാണ് അവിടെ ഉത്തരവാദി? അവിടുത്തെ ജീവനക്കാരാണ്. നമ്മുടെ ഇപ്പോൾ ഒരു ഈ മെഡിക്കൽ കോളേജ് ആണെങ്കിൽ തന്നെയും സർക്കാർ തലത്തിൽ പ്രവേശിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം തന്നെ അത് ഹാൻഡിൽ ചെയ്യുന്നവർക്ക് ഭയങ്കരമായ പിടിപ്പുകേടുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഏതൊരു സ്ഥാപനവും അതിൻ്റെ ഇപ്പം നമ്മൾ നേരെ ചെന്നിട്ടൊരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു. രണ്ടിൻ്റെ വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു, സാധനങ്ങൾ വാങ്ങുന്നു. അവിടെ അവർ നമ്മളോട് ബിഹേവ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ആശുപത്രിയുടെ കാര്യം പറയല്ലേ, നമ്മളൊരു പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോകുന്നു, ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു സ്കാനിങ് എടുക്കണം. ആ സ്കാനിങ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ അവിടുന്ന് അവരുടെ ട്രോളിയിലോ അല്ലെങ്കിൽ ആ വീൽ ചെയറിൽ ഇരുത്തിക്കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇരിക്കാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ നമ്മളെ വീൽ ചെയറിലായിരിക്കും ആ സ്കാനിങ് റൂം വരെ കൊണ്ടുപോകുന്നത്. അതേസമയം നമ്മളൊരു സർക്കാർ ആശുപത്രി ചെന്നേ ഒന്ന് ആലോചിച്ച് നോക്കുക. അവിടുത്തെ ഒരു പ്രശ്നം, അവിടെ എന്ത് എക്യുപ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നാലും ശരി, അവിടെ ചെന്നൊരു സ്കാനിങ് എടുക്കണമെന്നുണ്ടെങ്കിൽ അവരവിടെ കുറിച്ച് തരും 2 ആഴ്ച കഴിഞ്ഞിട്ട്. അതിന് അനുഭവസ്ഥനാണ് ഞാൻ. അത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ, അത് പക്ഷെ ഉമ്മൻചാണ്ടിയുടെ കാലം ചിക്കൻ ഗുനിയ പടർന്നു പിടിക്കുന്ന സമയത്തായിരുന്നു. അന്ന് സ്കാൻ എടുക്കണം എന്ന് പറഞ്ഞിട്ട് സ്കാനിങ്ങിന് വേണ്ടി അത് ഓടി നടക്കണം. അതായത് ഏകദേശം അന്ന് ഇവിടെ ആയിരുന്നില്ല, ഇപ്പം ജില്ലാ ആശുപത്രി നിൽക്കുന്ന സ്ഥലത്തായിരുന്നു അന്ന് മെഡിക്കൽ കോളേജ്. അതും പൊളിഞ്ഞു വീഴാറായ ഒരു കെട്ടിടം തന്നെ ആയിരുന്നു. ഒരു കെട്ടിടം എന്നൊന്നും പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല അന്ന് മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ. അന്ന് ചിക്കൻ ഗുനിയ വ്യാപകമായി പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം. സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ചെല്ലുന്നു, സ്കാനിങ് സെൻറ്ററിൻ്റെ മുന്നിൽ മുഴുവൻ അവിടെ ക്യൂ നിൽക്കുന്ന സമയത്ത് നമ്മൾ കൊണ്ടുവന്ന് വല്ലച്ചാലും അവിടെ സ്കാനിങ്ങിൽ ലാബിൽ കാണിച്ചു കഴിയുമ്പോഴേക്ക് അവർ പരിശോധിച്ച് നോക്കിയിട്ട് പറയും ഇന്ന് സമയമില്ല, ഒരു ഡേറ്റ് തന്നു. 2 ആഴ്ച കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് അതീവ ഗുരുതരാവസ്ഥയിൽ. അപ്പോൾ എത്രയും പെട്ടെന്ന് സ്കാനിങ് റിപ്പോർട്ട് കിട്ടിയാലേ ഫർദർ പ്രൊസീഡിങ്സിന് ഡോക്ടർമാർക്ക് കഴിയുള്ളൂ. അപ്പോൾ ആ സ്കാനിങ് നോക്കിയതിന് ശേഷം അവർ കുറിച്ച് തന്നത് 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് തന്നു. ആ ഡേറ്റുമായിട്ട് നമ്മളിവിടെ വരികയാണ്. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തായി അല്ലെങ്കിൽ ആ വാർഡിൽ ഇങ്ങനെ 2-3 പേര് വെള്ള വസ്ത്രം ധരിച്ച് 2-3 പേര് നിൽക്കുന്ന കാണാം. പാൻറ്റും ഷർട്ടുമാണ് വേഷം. നമ്മൾ നിരാശരായി നമ്മുടെ കൂടെ നമ്മുടെ അച്ഛനോ ഹസ്ബൻഡോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട അമ്മയോ വൈഫോ ആരെങ്കിലും ആവാം. ആ സമയത്ത് വിഷമിച്ച് നമ്മൾ ഇനി എന്ത് ചെയ്യും? കാര്യം ഇത് ഈ സ്കാനിങ് റിപ്പോർട്ട് കിട്ടിയിട്ട് വേണം ഡോക്ടർക്ക് ജോലി തുടങ്ങാൻ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ദൈവദൂതരെ പോലെ വന്ന് നിൽപ്പുണ്ട്. അതായത് പുറത്തുള്ള പ്രൈവറ്റ് ലാബുകളുടെ പ്രതിനിധികൾ അവിടെ വന്ന് നിൽക്കുകയാണ്.
അവർ സ്കാനിങ് ഉണ്ടല്ലേ, വാ പെട്ടെന്ന് വാ. അവരെന്നെ ആംബുലൻസ് കൊണ്ടുവരുന്നു, നമ്മളെ പിടിച്ചതിൽ കയറ്റുന്നു, സ്ട്രെച്ചറെ കൊണ്ടുവന്ന് ആളിനെ കിടത്തിയിട്ട് നേരെ കൊണ്ടുപോകുന്നു. ഗുരുതരാവസ്ഥയിലാണ് പേഷ്യൻറ്റ്. അവിടെ കൊണ്ടുപോയി ഏകദേശം 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള അവരുടെ സ്കാനിങ് ലാബിൽ കൊണ്ടുപോയതിന് ശേഷം സ്കാനിങ് സെൻറ്ററിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്ത് റിസൾട്ടുമായിട്ട് നമ്മൾ തിരിച്ചു വരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അങ്ങനെ ഒരു പേഷ്യൻ്റ് അവിടേക്ക് ചെല്ലുമ്പോൾ ഈ പറയുന്ന ഡോക്ടേഴ്സിന് കിട്ടുന്ന ഒരു ഗുണമെന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ ഡോക്ടർമാർക്ക് പ്രയോജനം കിട്ടുന്നുണ്ട്. അതായത് ഇതിൽ നിന്നുള്ളൊരു കമ്മീഷൻ അവർക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു അവസ്ഥയായിരുന്നു സത്യത്തിലുണ്ടായിരുന്നത്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഈ നമ്മുടെ മെഡിക്കൽ കോളേജിലാണെങ്കിലും നമ്മുടെ ഹോസ്പിറ്റലിലാണെങ്കിലും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഒട്ടും വൃത്തിയല്ലാത്ത ഉദ്യോഗസ്ഥന്മാരാണ്, വെടിപ്പല്ലാരും. കാരണം രോഗികളോട് അല്ലെങ്കിൽ രോഗികളുടെ ബന്ധുക്കളോട് ബിഹേവ് ചെയ്യാൻ അറിഞ്ഞുകൂടാ, കാലം ഇത്ര കഴിഞ്ഞിട്ട്. ഇപ്പൊ ഇങ്ങനൊക്കെ നമുക്കൊക്കെ അനുഭവങ്ങളുണ്ട്, ചെറുതും വലുതും. എനിക്ക് ഇതേ മെഡിക്കൽ കോളേജ്, ഇപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞ സംഭവം കൂടാതെ വലിയൊരു സംഭവം ഉണ്ട്. അതായത് ഹസ്ബൻഡിന് ഓപ്പറേഷൻ ആയിട്ട് നമ്മൾ ഇവിടെ നിന്ന് പല പ്രൈവറ്റ് ഹോസ്പിറ്റലിലും പോയപ്പോൾ വലിയ എമൗണ്ട് പറഞ്ഞു. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞപ്പോൾ നമ്മൾ പൈസയുടെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് എപ്പോഴും, സാധാരണക്കാരാണ് എപ്പോഴും മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പൊ എന്തെങ്കിലും കാശുള്ളവർ എന്താ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയാൽ പോരെ? കാശുള്ളവർ ഒരിക്കലും എന്തായാലും മെഡിക്കൽ കോളേജിൽ ചെന്ന് കിടക്കൂല. കാരണം നമ്മുടെ അവസ്ഥ കൊണ്ടാണ് നമ്മൾ പോകുന്നത്. അന്ന് ഇതുപോലെ ഹസ്ബൻഡിന് അർജന്റ് സർജറി പറഞ്ഞു, നമ്മളോട് പറഞ്ഞു നമ്മൾ അവിടെ പോയിട്ട് അഡ്മിറ്റ് ആയി, നമ്മൾ കൊണ്ടുവന്ന് ഡോക്ടറെ കാണിക്കും. നമുക്ക് പല കാർഡുകളുണ്ട്, ഹെൽത്ത് കാർഡുണ്ട്, എല്ലാ കാർഡുകളുണ്ട്. നമ്മൾ അത് അവിടെ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇവിടെ കാർഡുകളൊന്നും എടുക്കില്ല, കാരണം കോടിക്കണക്കിന് ഫണ്ടുകൾ ഇവർക്ക് വരാനുണ്ട്. മുൻപ് ചെയ്തിരുന്ന പല പേഷ്യൻസിൻ്റെയും ഈ ESI വഴിയുള്ള എമൗണ്ടുകളൊക്കെ വലിയ തുകകൾ വരാനുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഹെൽത്ത് കാർഡുകളും ഇവിടെ എടുക്കൂല എന്ന് പറഞ്ഞു. അപ്പം നമ്മളോട് ഡോക്ടർ തന്നെയാണ് ഇത് പറഞ്ഞത്. നമ്മളത് അന്നേരം നമ്മൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ അവിടെ പക്ഷേ അവിടെ ഇതിനുള്ള ഒരു മേഖല ഉണ്ട് താനും. അപ്പം നമ്മൾ അവരോട് നേരിട്ട് പോയി സംസാരിച്ചപ്പോൾ അവർ ശരി കാർഡ് എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മളത് പറഞ്ഞിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് എടുത്ത് നമ്മൾ സർജറി ചെയ്യണം, പിന്നെ ഈ ഫണ്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് റീഫണ്ട് ചെയ്ത് വരുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ റീഇംബേഴ്സ്മെന്റ് ചെയ്ത് വരും എന്നുള്ള രീതിയിലാണ് നമ്മളവിടെ അഡ്മിറ്റായി. സർജറിയുടെ തലേ ദിവസം ഇവർ നമുക്കൊരു മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ലിസ്റ്റ് കൊണ്ടുതരും. അത് ശ്രദ്ധിച്ചാൽ ഇത് പലരുടെ അനുഭവമായിരിക്കും, പലരും പുറത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല, എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു അനുഭവം തന്നെ ആയിരിക്കണം ഇത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് നമ്മുടെ കയ്യിലോട്ട് തരും. നമ്മൾ ഈ ലിസ്റ്റും കൊണ്ട് നമ്മൾ പോയിട്ട് ഈ ലിസ്റ്റിൽ പറഞ്ഞേക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാം വരും. അതായത് ഗ്ലൗസ്, ഒരു മെഡിക്കൽ കോളേജിൽ എത്ര ലക്ഷക്കണക്കിന് പേഷ്യൻസ് വരുന്ന ഒരു സ്ഥലത്ത് ഗ്ലൗസ് നമ്മൾ മേടിച്ചു കൊടുക്കണം. അവർക്ക് മാസ്ക്, അവർക്ക് ഇടേണ്ട അവരുടെ എല്ലാ അവർക്ക് വേണ്ട ഒരു ഡോക്ടേഴ്സിന് വേണ്ട എല്ലാ സാധനങ്ങളും, കിറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ മേടിച്ചു കൊടുക്കണം. ആ ലിസ്റ്റിൽ ഇത് മൊത്തം ഉണ്ട്. അതായത് ഒരു മാസ്ക് പോലും അല്ലെങ്കിൽ ഒരു കോട്ടൺ പോലും അവിടെ ഇല്ല, ഓരോ പേഷ്യൻ്റ് മേടിച്ചു കൊടുക്കണം. അപ്പം നമ്മളിത് കൊണ്ടുവന്നിട്ട് ഈ ലിസ്റ്റ് തന്നപ്പോൾ എന്നിട്ട് ഈ ലിസ്റ്റ് നമുക്ക് തരത്തില്ലേ, ആ ലിസ്റ്റിൻ്റെ കൂടെ തന്നെ ഞാൻ കാണിച്ചു തരാം, എൻ്റെ ഈ പ്രൂഫുണ്ട്. ലിസ്റ്റിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പുറകിൽ അവർ തന്നെ നമ്മൾ ബന്ധപ്പെടേണ്ട ഏത് ലാബുമായിട്ടാണ് ബന്ധപ്പെട്ടത് വെച്ചാൽ അവരുടെ പേരും ഫോൺ നമ്പരും കൂടെ നമുക്ക് എഴുതി തരുക. ആര് നമ്മളെ സർജറിക്ക് ചെന്നിടത്ത് അവിടുന്ന് നമുക്ക് നഴ്സുമാർ എഴുതി തരുവാണ്. അല്ല ആ ഡോക്ടർ തന്നെ നമുക്ക് ഇന്നടത്ത് വിളിക്കണം, ഇന്ന സ്ഥലത്തു നിന്ന് നമ്മൾ സാധനങ്ങൾ മേടിക്കണം എന്ന് നമുക്ക് എഴുതി തരുക. നമുക്കറിയില്ല, നമ്മളിപ്പോൾ ഇന്ന് സർജറി ചെയ്ത് നടക്കുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ. അപ്പം നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്തു. അവിടെ ചെന്ന് നമ്മൾ സാധനങ്ങളെല്ലാം മേടിച്ചപ്പം 57,000 സംതിങ് രൂപയായി. 57,000 രൂപയുടെ സാധനം മേടിച്ചു. അപ്പോൾ അതിനകത്ത് ഇതെല്ലാം വരും, ഗ്ലൗസുകൾ, പഞ്ഞി എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ കീ ഹോൾ സർജറിയാണ് ചെയ്തത്. അപ്പോൾ കീ ഹോൾ സർജറിക്ക് വേണ്ടിയിട്ട് ലെങ്സ് എന്ന് വെച്ചാൽ അതിൻ്റെ ബാക്കിയുള്ള ഇലക്ട്രോണിക്സ് എക്യുപ്മെൻറ്റ്സുകൾ, ഈ സാധനങ്ങൾ നമ്മൾ ഈ എക്യുപ്മെൻറ്റ്സ് മേടിക്കുന്നില്ല, അതിൻ്റെ കൂടി ഇതും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോടികൾ വിലയുള്ള സാധനമാണ്. അപ്പോൾ ഇതിന് നമ്മൾ റെന്റിനെടുക്കുക. അപ്പോൾ ഈ റെന്റിനെടുക്കുമ്പോൾ നമ്മൾ ഈ സാധനം കാണുന്നേ ഇല്ല, അവര് തന്നെ കൊണ്ടുവരും, അവര് തന്നെ അതിന്റെ ഈ പറഞ്ഞ് നമുക്ക് എഴുതി തന്നേക്കുന്ന ആ പറയുന്ന അവര് എനിക്ക് ഒരു 30,000 രൂപയോളം വരും. എൻ്റെ കണക്കനുസരിച്ച് ഞാൻ കൊടുത്ത എമൗണ്ട് അനുസരിച്ച് 30,000 രൂപ വരും. അവരതെങ്ങനെയാണെന്നറിയും, ആ ലാബുകാർ നേരെ കൊണ്ടുവന്നിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ ഈ ആളുടെ സർജറി നടക്കുന്ന സമയത്ത് ഇത് കൊണ്ടുവരുന്നു. ആ സർജറി കഴിഞ്ഞാൽ അവർ തന്നെ ഇത് കൊണ്ടുപോകും, നമ്മൾ എമൗണ്ട് മാത്രം കൊടുത്താൽ മതി.
അപ്പൊ എന്ത് സജ്ജീകരണമാണ് ഈ മെഡിക്കൽ അല്ല കോളേജ്? അത് തന്നെയാണ് എൻ്റെ സംശയം. അങ്ങനെ എല്ലാത്തിനെയും ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം അപ്പൊ ഞാനിപ്പോ ഇത്രയും പറഞ്ഞില്ലേ ഏട്ടാ, എന്നാ പിന്നെ ഇത് അറിയാവുന്നവര് നമുക്കങ്ങ് ഈ സാധനങ്ങളൊക്കെ വീട്ടിൽ അല്ല വിദ്യ, വേറൊരു കാര്യമുണ്ട്. ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ വിദ്യ മേടിച്ചു കൊടുത്തു എന്ന് പറയുന്നു. ഇത്രയും 57,000 ഏകദേശം 1 ലക്ഷം രൂപയോളം അവിടെ എല്ലാ കാര്യങ്ങളും 1.5 ലക്ഷം രൂപ ചിലവായെന്ന് വെച്ചു. കാര്യം അവിടെ ഒരാളെ നിൽക്കുന്നതിന്റെ ചെലവുകള്, ഭക്ഷണം, ട്രാവലിംഗ് എല്ലാം കൂടെ ചേർത്തിട്ട് ഏകദേശം 1 ലക്ഷം 1.25 1.5 കൂട്ടിക്കും. ഈ തുക കൊടുത്തു കഴിഞ്ഞാൽ മാന്യമായി ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ ഒന്നും അറിയാതെ സർജറി കഴിഞ്ഞ ഒരാൾക്ക് ഇറങ്ങാൻ പറ്റില്ലേ? പറ്റും, ഈസി ആയിട്ട് പറ്റും. ഈസിയാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അവിടെയാണോ നമ്മൾ മന്ത്രിയെ കുറ്റം പറയേണ്ടത്? മന്ത്രിയുടെ കുറ്റമാണോ ഇത്? ഇവിടെ എക്യുപ്മെന്റ്സും സകല സാധനങ്ങളും എത്താൻ വേണ്ടി മെഡിക്കൽ ആരോഗ്യ രംഗത്തേക്ക് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർക്കാർ. അല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു, പക്ഷെ എന്തുകൊണ്ട് അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ നിൽക്കുന്ന ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു നഴ്സിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, ഒരു ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത് ഈ കിട്ടുന്ന നക്കാപ്പിച്ച പൈസയല്ല, സർക്കാരിൽ നിന്നും കിട്ടുന്ന ഒരു പേയ്മെന്റ് ഉണ്ടല്ലോ, ചിലപ്പോൾ 1-2 ലക്ഷം രൂപ. ഇതുകൊണ്ടൊക്കെ എങ്ങനെ ജീവിക്കും? ഇപ്പം എൻ്റെ വീടിനടുത്ത് തന്നെ ഒരു കാര്യമായിട്ട് പറഞ്ഞാൽ, എൻ്റെ അടുത്ത് തന്നെ ഒരു ഡോക്ടറുണ്ട്. അദ്ദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഒരു വളരെ പ്രശസ്തനായ ഒരു ന്യൂറോ സർജനാണ്. പുള്ളിയുടെ വീട്ടിലേക്ക് ദിവസേന എത്തുന്ന ഒരു രോഗികളെ ഒരുപാടൊന്നും മേടിക്കാറില്ല. കൂടി വന്ന് 200, ഇപ്പം ചാർജ് കൂട്ടിയിട്ടുണ്ടാവും, 250-300 മറ്റോ ഉണ്ടാവും. ആ രോഗിയെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തുന്ന പേഷ്യൻസിൻ്റെ എണ്ണം ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 10-200 പേര് ഒരു ദിവസം ആ ഡോക്ടറെ കാണാനായി എത്തുന്നുണ്ട്. അപ്പോൾ ആ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ 200 രൂപ വെച്ച് ഒരാളുടെ കയ്യിൽ നിന്ന് ഡെയിലി കിട്ടുകയാണ്. അങ്ങനെ 200 പേര് വരുമ്പോൾ എത്ര രൂപ ഒരു ദിവസം അദ്ദേഹത്തിന് റവന്യൂ ആയി? ഇത് കൂടാതെ അദ്ദേഹം കുറിച്ച് കൊടുക്കുന്ന മരുന്ന്, ഇന്ന മെഡിക്കൽ സ്റ്റോറിലേക്ക് കിട്ടൂ, അവിടുന്ന് വാങ്ങിക്കാവൂ, ആ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടുകയുള്ളൂ. അവർക്ക് വേണ്ടത് അത്തരം കാര്യങ്ങളാണ്. അല്ലാതെ ആ പേഷ്യന്റ് രക്ഷപ്പെടുവോ, ആ പേഷ്യന്റിന് എന്തെങ്കിലും മെച്ചമുണ്ടാകുമോ, അതൊന്നുമല്ല. ആ പേഷ്യന്റ് ആ ഒരു കടയിൽ നിന്ന് മരുന്ന് മേടിക്കാവൂ. അതുകൊണ്ട് ആ കടയിലുള്ള മരുന്ന് പ്രത്യേകം പറയും അവിടുന്ന് മേടിക്കണം, അല്ലാതെ വേറെ എങ്ങും കിട്ടൂല. ശരിയാ, ആ കുറിപ്പടി കൊണ്ട് നമ്മൾ കേരളം മുഴുവൻ കയറി ഇറങ്ങിയാണെന്നാ മരുന്ന് കിട്ടത്തില്ല. ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ സംഭവം വ്യക്തമായ എവിഡൻസ് ഉണ്ട്. അതാ പറഞ്ഞത്. ഏതൊരു ആതുരാലയമാണെങ്കിൽ പോലും അവിടെ നിൽക്കുന്ന ആൾക്കാർ, ഡോക്ടർമാരാണെങ്കിലും നഴ്സുമാരാണെങ്കിലും, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ സർക്കാർ ആശുപത്രിയിലെ നഴ്സുമാർക്ക് എന്താ കൊമ്പുണ്ടോ? അതേസമയം നമ്മൾ ഒരു പ്രൈവറ്റ് ആശുപത്രിയിലെ ഒരു നഴ്സിൻ്റെ അടുക്കൽ ചെന്ന് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പോട്ടെ, ഒരു ഇഞ്ചക്ഷൻ വെക്കുന്നതിനകത്ത് പോലും, ഒരു ഇഞ്ചക്ഷൻ തരുന്നതിനകത്ത് പോലും ഒരു മര്യാദയുണ്ട്. നമ്മൾ ഒരു സർക്കാർ ആശുപത്രിയിലേക്ക് ചെന്ന് ഒരു ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ എന്തിനെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് ഇരിക്കുന്നത് ഏതാണ്ട് അവരുടെ ദാനം സ്വീകരിക്കാൻ വേണ്ടി, അവരുടെ അത് കാശ് കടം മേടിക്കാൻ ചോദിക്കാൻ ചെന്നിരിക്കുന്ന പോലെയാണ് നമ്മളെ കാണുന്നത്. ഒരു പേഷ്യന്റിനോട് പെരുമാറേണ്ട രീതി, ഇവരെ സത്യത്തിൽ ഈ ഡോക്ടർമാരെ ആണെങ്കിലും ഈ പറയുന്ന നഴ്സുമാരെ ഒക്കെ ആണെങ്കിൽ ശരിക്കും നടപടി ഉണ്ടാവും, ഒരു ട്രെയിനിങ് കൊടുക്കണം. എങ്ങനെ ആണ് ഒരു പേഷ്യന്റിനോട് പെരുമാറേണ്ടത്, പേഷ്യൻ്റെ കൂട്ടിരിപ്പുകാരോട് ഏത് രീതിയിൽ ബിഹേവ് ചെയ്യണം. ഇപ്പോൾ നേരത്തെ വിദ്യ പറഞ്ഞതിനകത്ത് അവിടെ പിന്നെ ഹസ്ബൻഡിനെ കൊണ്ടുവന്നു, കാലിന് മുറിവുണ്ട്, ആ മുറിവുള്ള കാല് വെച്ച് കെട്ടാൻ പലതവണ ആവശ്യപ്പെട്ടിട്ട് പോലും ചെയ്തില്ല. ആരാണ് കാരണക്കാർ? അവർക്ക് അതിന്റെ തണ്ടാണ്. ഞാൻ സർക്കാർ ജോലി ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഞാനൊരു വലിയ സ്റ്റാഫാണ് ഇവിടുത്തെ എന്നൊക്കെയുള്ള ചിന്തയാണ്. നമ്മളൊരു 2-3 പ്രാവശ്യത്തിൽ കൂടുതൽ ചെന്ന് വിളിക്കും, വരാന്നല്ലേ പറഞ്ഞത്. അവരെന്തിനാ ദേഷ്യപ്പെടുന്നേ? നമ്മളുടെ ആവശ്യമാണ് എന്ന് പറയുന്നത്. ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ ഡോക്ടർ ആണെങ്കിലും നഴ്സ് ആണെങ്കിലും സേവന സന്നദ്ധരായിരിക്കണം. ഇതൊക്കെ പോട്ടെ, ഞാനൊരു കാര്യം കൂടെ പറയാം. ഈ ട്രിപ്പ് ഇടണം, പെയിൻ വരുന്ന സമയത്ത് ട്രിപ്പ് കൊടുക്കുക. സ്റ്റാൻഡില്ല, നമ്മൾ സ്റ്റാൻഡ് തപ്പിയുടെ ഈ സ്റ്റാൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഒരു സ്റ്റാൻഡ് ഒഴിയുമ്പോഴത്തേക്കും അത് അടുത്ത ആൾ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ നമ്മൾ സ്റ്റാൻഡ് ഇല്ലാതെ നിന്നിട്ട് ഈ സാധനം പൊക്കി പിടിച്ച് നിൽക്കേണ്ട അവസ്ഥയുണ്ട്. ഈ ട്രിപ്പ് കഴിയുന്നിടം വരെ ഈ സ്റ്റാൻഡ് ഇല്ല, എപ്പോൾ കിട്ടാനാ? പക്ഷെ ആൾക്ക് ഇവിടെ വേദന എടുത്ത് കിടക്കുക, പെയിൻ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഈ ട്രിപ്പ് അങ്ങോട്ട് ചെന്നെങ്കിലും ഒരു ആശ്വാസമുള്ളൂ. അപ്പോൾ ആ ടൈമിൽ അത് പോകണം. അപ്പോൾ നമ്മൾ ഈ ട്രിപ്പും പൊക്കി പിടിച്ച് 1 മണിക്കൂറും ഒക്കെ നമ്മളിങ്ങനെ നിൽക്കണം. ഇതൊക്കെ പോട്ടെ, ഈ ഡ്രിപ്പ് കഴിഞ്ഞു, നമ്മളിതൊന്ന് ഊരണമല്ലോ, അതായത് ഈ സൂചിയൊക്കെ ഇതിനകത്ത് നൂരണമല്ലോ. അപ്പം നമ്മൾ പോയിട്ട് അവരോട് പറയുമ്പോൾ അവർ പറയും നിങ്ങൾ തന്നെ ഊരിക്കുമെന്ന്.
അത് നിങ്ങൾക്ക് അങ്ങ് ഊരാവുന്നതേ ഉള്ളൂ. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. നമ്മളവിടെ ചെന്ന സിസ്റ്റേഴ്സ് അത് ട്രിപ്പ് കഴിയാറായി ഒന്ന് വന്ന് ഊരണേന്, അത് നിങ്ങൾക്ക് അങ്ങ് ഊരാവുന്നതല്ല ഉള്ളൂ, അതങ്ങ് ഊരുന്ന്. എന്നിട്ട് ഇത് റിമൂവ് ചെയ്യാൻ വരുന്ന ആരാന്നറിയോ? പലപ്പോഴും സിസ്റ്റർമാർ അല്ല ഇത് റിമൂവ് ചെയ്യുന്നത്, അവിടുത്തെ സ്വീപ്പർ ജോലി ചെയ്യുന്ന ലേഡീസ് ഉണ്ടാവുമല്ലോ, ലേഡീസോ അല്ലെങ്കിൽ അറ്റൻഡർമാരോ ആരെങ്കിലും. ചിലപ്പോൾ അവരിങ്ങനെ പോകുന്ന വഴിയിലായിരിക്കും സിസ്റ്റർമാരെ വിളിച്ച് പറയും, ദേ ആ ട്രിപ്പിൻ്റെ ഇതൊന്ന് ഊരിയേക്കണേന്ന്. അപ്പോൾ പുള്ളി ക്ലീൻ ചെയ്യാൻ മറ്റോ പോവായിരിക്കും ബാത്റൂമിലോട്ട്. അപ്പോൾ വന്നിട്ട് ഗ്ലൗസ് ഇടും, ശരിയാണ്. എന്നിട്ട് ഇത് ഊരി വെച്ചിട്ട് പോകും. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സങ്കടം നെഞ്ചു പൊട്ടിപ്പോവും. നമുക്ക് വേണ്ടപ്പെട്ടവരെ കൊണ്ടല്ലേ നമ്മളവിടെ കിടക്കുന്നത്. അപ്പൊ നമുക്കിങ്ങനെ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാതെ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. വീണ ജോർജ് തുടക്കത്തിലൊക്കെ ഈ ആശുപത്രിയിൽ മിന്നൽ പരിശോധന അതുപോലുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇനി നടക്കും. ഇനിയിപ്പം ഈ പറയുന്ന ഇന്നിപ്പോ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി, ഒരു മരണം സംഭവിച്ചു. ആദ്യം വളരെ നിസ്സാരം, വെറും പുച്ഛത്തോടെയാണ് പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ ഈ അപകടം നടന്നതുകൊണ്ട് ഇനി കുറച്ചു ദിവസം പുച്ഛത്തോടെ പറഞ്ഞു എന്ന് പറഞ്ഞതിന് കാരണം അന്നേരം ഈ പേഷ്യന്റ് മരിച്ചായിട്ട് അറിയില്ല. അതായത് ഈ ബിന്ദു എന്ന് പറയുന്ന ഒരാൾ മരിച്ചു എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. ഇവിടെ അത് പൊളിഞ്ഞു വീണ സമയത്ത് അതിനെ വലിയ വാർത്തയാക്കി. ഇത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് ചോദിച്ചാൽ ഇതൊരു വലിയ പൊളിറ്റിക്കൽ ഡിസ്കഷനായി വരും. കാരണം ഇത് മന്ത്രിയുടെ പിടിപ്പുകേടാണ്, സർക്കാരിന്റെ പിടിപ്പുകേടാണ് എന്ന നിലയിലേക്ക് ഇത് മാറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ്. കാര്യം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഏതാനും മാസങ്ങൾക്കകത്ത് ഉണ്ടാകാൻ പോകുന്നു. ഏതാനും മാസങ്ങൾക്കകത്ത് തന്നെ ഇവിടെ സംസ്ഥാന പൊതു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അപ്പം ഈ പറയുന്ന BJPയും പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടി ഇതിനെ പൊളിറ്റിക്കലൈസ് ചെയ്യാൻ പോവാണ്. ഇത് രാഷ്ട്രീയമായി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ള തരത്തിലേക്ക് ഇതിനെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഏറ്റവും കഴിവുകെട്ട ആരോഗ്യവകുപ്പ് ഇരിക്കുന്ന ഒന്നാണ് ഇത്. പിന്നെ രണ്ടാം പിണറായി വിജയൻ സർക്കാർ, രണ്ടാമത്തെ LDF സർക്കാർ എന്നുള്ള തരത്തിലേക്ക് ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുകയും ആ രീതിയിലേക്ക് പൊളിറ്റിക്കലൈസ് ചെയ്യാനും ഇവിടെ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അതേസമയം ഇതിനെ എങ്ങനെ അവിടെയുള്ള ഒരുപക്ഷെ അവിടുത്തെ മുനിസിപ്പാലിറ്റിയിലോ അവിടുത്തെ ഈ പറയുന്ന ഏറ്റുമാനൂർ നഗരസഭയോ ആരെങ്കിലും ഇതിനകത്ത് ഇടപെട്ടുകൊണ്ട് കൃത്യമായി പറഞ്ഞാൽ മന്ത്രിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ജനപ്രതിനിധി അവിടെ പോയി കൃത്യമായി ആഴ്ചയിൽ ഒരിക്കൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നുണ്ടോ? എന്തുകൊണ്ട് കഴിയുന്നില്ല? ഒരു ജനപ്രതിനിധി ആഴ്ചയിൽ ഒരിക്കൽ ഓരോ ഇപ്പൊ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ അങ്ങനെയൊക്കെ ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ച് അതിൽ രാഷ്ട്രീയം വേണ്ടെന്നേ. അതിൽ രാഷ്ട്രീയം നോക്കണ്ട. ഇപ്പൊ ഒരു UDF-കാരനാണ് അവിടുത്തെ ഒരു ജനപ്രതിനിധിയുള്ള UDF-കാരാണെന്ന് കരുതുക, അവിടെ ഭരിക്കുന്നത് പിന്നെ സംസ്ഥാന ഇടതുപക്ഷമാണെന്ന് കരുതുക. എന്തുകൊണ്ടാണ് UDF-കാരൻ അവിടെ പോയിട്ട് അന്വേഷിക്കാത്തത്? ഇവിടെ എന്താ കൃത്യമായ എല്ലാ കാര്യങ്ങളും ഓടുന്നുണ്ടോ? ആഴ്ച ഒരിക്കൽ മതിയെന്നേ. കാര്യം എന്താ, അവിടെ വരുന്ന ലക്ഷോപലക്ഷം ജനങ്ങളുടെ ജീവനാണ് പ്രധാനം. ഓരോ ആശുപത്രിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് വരുന്ന 10,000-കണക്കിന് പേഷ്യൻസ് ആണ്, സാധാരണക്കാരാണ് വരുന്നത്. അവിടെ കൃത്യമായി നടക്കുന്നുണ്ടോ? ഈ പറയുന്ന പോലെ സ്വകാര്യ പ്രാക്ടീസിങ്, ഈ പറയുന്ന പുറത്ത് ഇപ്പം മേടിച്ചു എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ പുറത്തുനിന്ന് മേടിക്കുന്നു. 50,000 57,000 രൂപയുടെ സാധനം മേടിക്കുമ്പോൾ എങ്ങും തൊടാ ഒരു 10,000 രൂപ ഡോക്ടറുടെ ആ കീശയിലിരിക്കുമോ? സുഖമായിട്ട് കീശയിൽ വരുന്ന കേസല്ലേ? അപ്പൊ ഒരു ദിവസം 57,000 രൂപയുടെ കച്ചവടമാണോ സർജിക്കൽ എക്യുപ്മെന്റ്സ് വിൽക്കുന്ന കടയിൽ നടക്കുന്നത്? അല്ല. ഒരു ദിവസം ഇപ്പൊ ഈ പറയുന്ന 30,000 രൂപയുടെ പിന്നെ എക്യുപ്മെന്റ് ഹയർ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അതിനകത്ത് എത്ര രൂപ കമ്മീഷൻ അവിടെ പോയിട്ടുണ്ടോ? അല്ല, ഇത് ഹയർ ചെയ്ത് നമുക്ക് തെളിവുണ്ടോ? അതിന് തെളിവ് നമ്മുടെ കയ്യിലുണ്ടോ? ഞാൻ പറയാം, ഒരു ദിവസം ഞാൻ പറയുന്ന ഒരു കോമൺ സെൻസ് വെച്ച് ഇപ്പൊ ഒരു ദിവസം ഒരു 10 സർജറി അവിടെ നടക്കുന്നുണ്ടെന്ന് ചോദിച്ചു, ഒരു പ്രാവശ്യം കൊണ്ടുവന്നാ പോരെ ഈ സാധനം അവിടെ? ഇതൊരു ജനാധിപത്യപരമായ രാജ്യത്ത് ഇതൊക്കെ മോണിറ്റർ ചെയ്യപ്പെടേണ്ട കാര്യമാണ്. തവണ ഈ ലെങ്സ് അവിടെ കൊണ്ടുവരുന്നുള്ളെങ്കിലും ഈ പറയുന്ന 10 പേരുടെ 30,000 രൂപ എത്രയായി കൊണ്ടുവന്ന എത്രയാണെന്ന് ആലോചിച്ച് നോക്ക്. 10 പേരാകുമ്പോൾ 3 ലക്ഷം രൂപയായേ. അപ്പൊ ഇതിന്റെ ഒരു 20% കണക്കാക്കി നോക്ക് എത്ര ആവുമെന്ന്. ഇതങ്ങ് പോവല്ലേ? അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായി പറഞ്ഞാൽ വീക്കിലി വൺസ് എങ്കിലും ഒരു ജനപ്രതിനിധി അവിടെ പോകണം. മാസത്തിൽ ഒരു തവണയെങ്കിലും ഈ പറയുന്ന മന്ത്രി കേൾക്കുന്നുണ്ടെങ്കിൽ മന്ത്രിക്ക് മനസ്സിലാകാൻ വേണ്ടിയാ, മാസത്തിൽ ഒരു തവണയെങ്കിലും ഈ പറയുന്ന മെഡിക്കൽ കോളേജുകളിൽ മന്ത്രി പോയി കണ്ട് കാണണം. ഇത് ഒറ്റ കാര്യമുള്ളൂ. ഇനിയിപ്പോ ഈ ഒരു സംഭവം നടന്നതുകൊണ്ട് കുറച്ച് ദിവസം ഇതിന്റെ പേര് ഭയങ്കര ശുഷ്കാന്തി ആയിരിക്കും. ഇതിപ്പോ മാധ്യമങ്ങൾ ഇതിനെ കുറെയൊക്കെ ചർച്ച ചെയ്യും. ഇതിന് ഇടതുപക്ഷ UDF-കാർ അതിനെ ഒരു പൊളിറ്റിക്കൽ വെപ്പണാക്കി മാറ്റുന്നു. LDF ഇതിനെക്കുറിച്ച് മറുകണ്ഠം ചാടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കാര്യം ഈ പറയുന്ന സെൽഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന വലിയ കാര്യമല്ലേ, സെൽഫ് ഡിഫൻസ്, സ്വയംപ്രതിരോധം. ഈ പ്രതിരോധത്തിൽ ഊന്നിക്കൊണ്ട് പല നടപടികളും പല പറച്ചിലുകളും ഒക്കെ ഇതിൻ്റെ പിന്നാലെ വാലാകോലാന്നുണ്ടാവും. മാധ്യമപ്രവർത്തകർ ആണ് സ്വാഭാവികമായും നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ അവരതിനെക്കുറിച്ച് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ള അറിയാൻ വേണ്ടിയാണ്. പക്ഷേ നമുക്കുണ്ടാകേണ്ടത് ഇനിയും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാരിയേറുകളല്ല ശരിക്കും വേണ്ടത്. കൃത്യമായി വേണ്ട നമുക്കൊരു മോണിറ്ററിംഗ് സംവിധാനമാണ് വേണ്ടത്. ഇപ്പം ഇവിടെ രോഗികൾ പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ അവിടെ സൂപ്രണ്ട് ബാധ്യസ്ഥനായിരുന്നു, അവിടുത്തെ ജനപ്രതിനിധി ബാധ്യസ്ഥന. എന്തുകൊണ്ട് അവിടെ ഒരു ബാരിക്കേഡ് പോലെ വെച്ച് കെട്ടി അവിടെ ആളുകൾ കടക്കാത്ത രീതിയിൽ ചെയ്തില്ല?
അല്ലെ കൃത്യസമയത്ത് അത് പൊളിച്ച് നീക്കണം. അതെ, ഇന്ന് മാത്രമല്ലല്ലോ ആൾക്കാർ അവിടെ അല്ല, കാലാവസ്ഥ ആലോചിച്ച് നോക്കൂ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കോട്ടയം ജില്ലയിൽ ഏറ്റവും മികച്ച രീതിയിൽ മഴ ലഭിച്ചൊരു പ്രദേശമാണ് ആ ഭാഗം. അപ്പൊ അത്രയും മഴ പെയ്ത് കിടക്കുന്ന സാഹചര്യത്തിൽ അത് പൊളിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കാണണമായിരുന്നു. ഇപ്പൊ മന്ത്രിക്ക് അതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതിന്റെ ഇടയ്ക്കാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വിഷയം ഉണ്ടായത്. അപ്പൊ മന്ത്രി അതിന്റെ പിന്നാലെയാണ്. അപ്പൊ അവിടെ ഓരോ ആശുപത്രിയെയും മോണിറ്റർ ചെയ്യാൻ വേണ്ടി കൃത്യമായി അവിടെ സംവിധാനമുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴയും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നൊരു പ്രദേശമാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ഇരിക്കുന്ന ആർപ്പൂക്കര എന്ന് പറയുന്ന സ്ഥലം. അവിടെ എല്ലാം പിന്നെ അതോടൊപ്പം തന്നെ അവിടെ നല്ല രീതിയിൽ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. അപ്പൊ ഇതൊക്കെ ഉള്ള സമയത്ത് എന്തുകൊണ്ടാണ് അവിടത്തേക്ക് ആ ഒരു ശൗചാലയം എന്തിനു തുറന്നിട്ടിരുന്നു? ആൾക്കാരെ എന്തിനവിടെ പ്രവേശിപ്പിച്ചു? അവിടേക്ക് പ്രവേശനം നിഷേധിച്ചുകൊണ്ട് എന്താണ് ഒരു മാർഗരേഖ ഇറക്കാഞ്ഞത്? ഇതൊക്കെ വലിയ ചോദ്യചിഹ്നമാണ്. എല്ലാം മന്ത്രിയുടെ കുറ്റമാണ്, സർക്കാരിന്റെ കുറ്റമാണ്. ബോർഡ് വെക്കേണ്ടത് മാത്രമല്ല, അവിടേക്ക് ആളുകൾ പോകുന്നത് പ്രൊഹിബിറ്റ് ചെയ്യണമായിരുന്നു. ബാരിക്കേഡ് പോലെ വെച്ചിട്ട് പ്രൊഹിബിറ്റ് ചെയ്യണമായിരുന്നു. അല്ലെങ്കിൽ അത് പൊളിച്ചു കളയണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എപ്പോഴെങ്കിലും പറയേണ്ടതായിരുന്നു. മന്ത്രിക്കോ അല്ലെങ്കിൽ വേണ്ട സർക്കാരിന് അതോറിറ്റിക്കോ വകുപ്പിനോ എങ്കിലും നിർദ്ദേശം കൊടുക്കേണ്ടതായിരുന്നു. ആവശ്യം മുന്നോട്ട് വെക്കണം. അതുണ്ടായിട്ടില്ല. പൊളിഞ്ഞു വീണു കഴിഞ്ഞപ്പോഴാണ് അതിനെ പൊളിറ്റിക്കൽ വെപ്പണായി കാണുന്നത്. ജനങ്ങളുടെ ജീവിതം വെച്ചിട്ടല്ല നമ്മൾ രാഷ്ട്രീയം കളിക്കേണ്ടത്. ജനജീവിതം അല്ല അതിനൊരു മാനദണ്ഡം. കുറച്ച് പേര് ചത്ത് കഴിയുമ്പോൾ അതിനെ പണ്ട് തിരുവഞ്ചൂർ തന്നെ പറഞ്ഞല്ലോ, ഈ തിരുവഞ്ചൂർ കോട്ടയം ജില്ലക്കാരനാണ്. കോട്ടയത്ത് ഏകദേശം 15 വർഷക്കാലമായിട്ട് തിരുവഞ്ചൂർ തന്നെ ഭരിക്കുന്ന ഇരിക്കുന്ന മണ്ഡലമാണ് കോട്ടയം. ഇപ്പോഴാണ് തിരുവഞ്ചൂർ പറയുന്നത് ഇപ്പോൾ സർക്കാർ ഇതിന് മറുപടി പറയണമെന്ന്. എവിടെയായിരുന്നു തിരുവഞ്ചൂർ ഒരു തവണയെങ്കിലും കോട്ടയം മെഡിക്കൽ കോളേജ് കയറി ഇറങ്ങിയിട്ടുണ്ടോ? അതിന് ഈ കെട്ടിടം 68 ഈ 68 കൊല്ലവും ഒരേ പാർട്ടി തന്നെ അല്ലല്ലോ ഭരിച്ചിട്ട്. കോട്ടയം മിക്കപ്പോഴും കോൺഗ്രസിന്റെ കയ്യിലായിരുന്നു, UDFന്റെ കയ്യില. ഏത് പാർട്ടി ഇവിടെ പാർട്ടിയല്ല വിഷയം. ഏത് പാർട്ടി വന്നാലും ഈ 68 വർഷമായിട്ടും ഇങ്ങനെ കടന്ന് ഇപ്പൊ ഈ അടുത്തിടയ്ക്കും കണ്ടാണ് അവിടുന്ന് ആൾക്കാരെ ഒഴിപ്പിച്ചത്. അപ്പോഴും അതാ പറഞ്ഞത്, അവിടെ അത് പുതിയ കെട്ടിടം നിർമ്മിച്ച് അതിനകത്തുണ്ടായിരുന്ന പലരെയും പേഷ്യൻസിനെ അങ്ങോട്ടേക്ക് മാറ്റുന്നു. അപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, അത് പൊളിച്ചു കളയണം. ഇത് വന്ന സ്ഥിതിക്ക് അവിടെ എന്തായിരുന്നാലും അപകടം ഉണ്ടാകും എന്നുള്ള കാര്യം എന്തുകൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ആരോഗ്യവകുപ്പിനെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇതിലൊരു മന്ത്രിയെ മാത്രമായി നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? അല്ലെ സർക്കാരിനെ കുറ്റം പറയാൻ പറ്റുമോ? അവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അതിന് ഉത്തരവാദികളാണ്. അവിടെ ഇരിക്കുന്ന സൂപ്രണ്ട് പോലുള്ള സ്റ്റാഫുകൾ അതിന് ഉത്തരവാദികളാണ്. തീർച്ചയായിട്ടും അവർക്കെതിരെ നടപടി ഉണ്ടാവേണ്ടതുണ്ട്. അവർക്കെതിരെ നടപടി ഉണ്ടാകണം. തന്നെയുമല്ല, ഈ സർക്കാർ ജീവനക്കാരെ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിലെ ജീവനക്കാരെ ഒരു നല്ല നടപ്പ് പരിശീലിപ്പിക്കണം. അതിന് വേണ്ട ഒരു ട്രെയിനിങ് ക്ലാസ്സുകൾ ഉണ്ടാകണം. എങ്ങനെ ആൾക്കാരോട് ബിഹേവ് ചെയ്യണം. ഈ സർക്കാർ ഈ മെഡിക്കൽ കോളേജിലൊക്കെ സെക്യൂരിറ്റിയുടെ ഒക്കെ സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ ഇവര് അതിർത്തി കാവലിരിക്കുന്നതല്ല തോന്നുന്നത്. സത്യം, അതിർത്തിയിൽ അവർ കാവലിരിക്കുകയാണ്. പാകിസ്ഥാൻകാരോട് നമ്മുടെ ഇന്ത്യൻ സൈന്യം ഇതിനെക്കാട്ടി മര്യാദയ്ക്ക് പെരുമാറും. പാകിസ്ഥാൻ സൈന്യത്തോട് ഇന്ത്യൻ സൈന്യം ഇതിനെക്കാട്ടി മാന്യമായിട്ട് പെരുമാറുന്നത്. സത്യം പറഞ്ഞാൽ ഒരു ഈ കയ്യും കാലും ഒടിഞ്ഞിട്ടും അത് വരുന്ന ആൾക്കാര് മണിക്കൂറുകളോളം ഇങ്ങനെ ക്യൂവില് കാത്തുകെട്ടി കിടക്കുക. എൻ്റെ ഒരു സുഹൃത്തു, അതൊരു ചലച്ചിത്ര എണ്ണൊക്കെയാണ്, അദ്ദേഹമായിട്ട് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അദ്ദേഹം പറഞ്ഞു, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചെന്ന സമയത്ത് അവിടെ ചെന്ന് ഇങ്ങനെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞെന്താണെന്നറിയാം, തൽക്കാലം ഇവിടെ എന്തെങ്കിലും പേപ്പറും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി ചോദിച്ച് പേപ്പർ ഒന്ന് വായിച്ചുകൊണ്ട് അവിടെ ഇരിക്കട്ടെ എന്ന് കരുതിട്ടായിരിക്കും പേപ്പറുണ്ട്. അല്ല, വിരിച്ച് കിടക്കാനാണ്. അവിടെ വിരിച്ച് കിടക്കും. അവസാനം ഈ പറഞ്ഞ കാഷ്വാലിറ്റി ഇല്ല, ആളിന് പാമ്പ് പിടിച്ചിട്ട് എന്നാ അവിടെ കിടക്കാൻ സൗകര്യമില്ല. അതുകൊണ്ട് നിരീക്ഷണത്തിലാണ്, ഒബ്സർവേഷനിലാവണം. ഒബ്സർവേഷനിൽ കിടക്കാൻ വേണ്ടി പേപ്പറും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വിരിച്ചതേ കിടന്നോളാം. അതാ പിന്നെ ഈ പാമ്പ് പിടിച്ചാണെങ്കിൽ പിന്നെ അടുത്ത കൊത്താനായിട്ട് വരുമല്ലോ. പിന്നെ അദ്ദേഹത്തെ ഒരു സ്വകാര്യ ആശുപത്രി കൊണ്ടുപോയി, ഒരാളും കൂടുകണ്ട. ഇതും അതാണ് അവസ്ഥ. ഇതിപ്പോ കാല് ഇവിടുന്ന് മടങ്ങാത്ത ഒരാളെ നിലത്തൊരു തുണി വിരിച്ച് കിടത്തിക്കോ അതും വരാന്തയില് ഈ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന സൈഡില് എത്ര നമ്മൾ ശ്രദ്ധിക്കണം. ഈ സർജറി കഴിഞ്ഞിട്ടും ആ ആളെ അങ്ങനെ കിടത്തിയപ്പോഴും എന്തോ ഒരു ഇൻഫെക്ഷൻസും കാര്യങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് ചേട്ടാ ഈ പറയുന്ന ഒരു കുറച്ച് പൈസ ഇല്ലാത്തൊരു എവിടുന്നേലും കടം മേടിച്ച് ഒപ്പിച്ചും പ്രൈവറ്റ് ആശുപത്രി പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. ഇതൊക്കെ തന്നെയാണ് ഈ അവിടെയുള്ള സ്റ്റാഫുകളുടെ, അവിടുത്തെ ജീവനക്കാരുടെ കെടുകാര്യസ്ഥത. ഈ ഇന്ത്യൻ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ മെഡിക്കൽ രംഗം, മെഡിക്കൽ എന്നല്ല ഒട്ടുമിക്ക പൊതുമേഖലാ രംഗങ്ങളും, എനിക്ക് സ്കൂളുകൾ മാത്രമല്ല കുറച്ചുകൂടെ മെച്ചമായിട്ട് പോകുന്നത്. ബാക്കി എല്ലാ പൊതുമേഖലാ സംവിധാനങ്ങളും താറുമാറായി, സേവന ദാതാക്കളും താറുമാറായി പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അവിടെ ഇരിക്കുന്ന ജീവനക്കാരെ കൊള്ളത്തില്ല. അവർക്ക് പ്രത്യേക പരിശീലനം തന്നെ കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ ഈ പറയുന്നത് തടയപ്പെടാവുന്ന ഒരു ദുരന്തമായിരുന്നു. സത്യത്തിൽ ഞാൻ പറയാണ്,
ഇതൊരു രാഷ്ട്രീയ ഇതിൻ്റെ പറയുന്നതല്ല, ഇത് തടയപ്പെടാവുന്ന ഒരു ദുരന്തമായിരുന്നു. പക്ഷേ അതിന് വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കാൻ പരാജയപ്പെട്ടു പോയി. അത് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വീഴ്ച തന്നെയാണ്. അതിന് 100% അടിവരയിട്ട് പറയാം. അല്ലാതെ മന്ത്രി എല്ലാ ദിവസവും പൊളിഞ്ഞു വീഴാറായോ എന്ന് കോട്ടയം മെഡിക്കൽ കോളേജിനെ നിരന്തരം ഒരു മന്ത്രിക്ക് ബന്ധപ്പെടാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു അടിയന്തര സാഹചര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ എടുക്കണം, മുൻകരുതൽ എടുക്കണം എന്ന് വെച്ചാൽ അത് എടുക്കേണ്ട ഉത്തരവാദികൾ അവർ തന്നെയായിരുന്നു. അവരതിൽ നിന്ന് പിന്നോട്ട് പോയി. അത് തന്നെയാണ് സത്യത്തിൽ സംഭവിച്ചത്. അല്ല അതിനകത്ത് പിന്നെ പൊളിറ്റിക്കലൈസ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. എന്തൊക്കെ അനുഭവം വന്നെന്ന് പറഞ്ഞാലും ഒന്നും പഠിക്കാനൊന്നും പോകുന്നില്ല. ഒന്നും പഠിക്കാനൊന്നും മതി. ഇവരെ ട്രെയിൻ ചെയ്യാതെ ഈ ആതുര ശുശ്രൂഷ രംഗത്ത് നിൽക്കുന്ന ഈ പറയുന്ന നഴ്സന്മാരെയും ഡോക്ടർമാരെയും അടക്കം കൃത്യമായി അവർക്ക് സ്വഭാവ പരിപാലനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പരിപാടി നടത്താതെ ഇതൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇതിനി ഏത് മന്ത്രിസഭ വന്നെന്ന് പറഞ്ഞാലും ഇനിയിപ്പോൾ UDF വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ മന്ത്രിയാവും. പുള്ളിയുടെ കാലത്ത് ഇത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഏതാണ്ട് മെച്ചപ്പെട്ട രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഒന്നുമല്ല. ഉമ്മൻചാണ്ടിയൊക്കെ ഭരിക്കുന്ന കാലഘട്ടത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സ്ട്രെച്ചറെ ഒരു രോഗിയെ കിടത്താൻ പറ്റത്തില്ല. സ്ട്രെച്ചർ പൊളിഞ്ഞ് നാശമായി കിടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. സ്ട്രെച്ചറെ കിടത്തി പിന്നെ ഒരു ഡെഡ് ബോഡി മോർച്ചറി കൊണ്ടുപോയ സമയത്ത് പിന്നെ മോർച്ചറിയിൽ നിന്ന് എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ആഴത്തിലുള്ള മുറിവ് പുറത്തൂടെ എന്തോ ആഴത്തിലുള്ള മുറിവ് ഉണ്ടായിട്ടാണ് അയാൾ മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. എൻക്വയറി വന്നപ്പോൾ വേറൊന്നുമല്ല, ഈ സ്ട്രെച്ചറിൻ്റെ കമ്പി കൊണ്ട് അകത്തോട്ട് കയറിയതാണ് ഡെഡ് ബോഡിക്ക് എന്ന് പറയുന്ന രീതി വരെ കിടന്ന ഒരു ആതുരാലയ രംഗമാണ്, അല്ലെങ്കിൽ ആരോഗ്യവകുപ്പാണ്. അപ്പോൾ ഇനി ഇതൊക്കെ നന്നാവേണ്ടി വരും. കുറേയൊക്കെ ശ്രമിച്ചാൽ നന്നാക്കി എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു.